എല്ലാ സബ്ജക്റ്റുകളും ന്യൂജനാവുകയാണ്. പുതിയ പുതിയ കോഴ്സുകൾ വരികയാണ്, ഡിപ്ലോമ കോഴ്സുകൾ വരികയാണ്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര പഠനത്തിലും ഇപ്പോൾ MSc ഭൂമിശാസ്ത്രമാണ്, അതിൻ്റെ PG ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റുകൾ പല യൂണിവേഴ്സിറ്റി, കാലടി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പയ്യന്നൂർ ക്യാമ്പസ്, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. വളരെ വലിയ തോതിലാണ് ജിയോഗ്രഫിയുടെ വളർച്ച വരുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചിരത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ, പയ്യന്നൂർ ക്യാമ്പസിൽ ജിയോ ഇൻഫർമാറ്റിക്സ് വിത്ത് സ്പേഷ്യൽ പ്ലാനിംഗ് എന്ന ഒരു പുതിയ ഡിപ്ലോമ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം യൂണിവേഴ്സിറ്റി 1 കോടി രൂപ മുടക്കിയിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് ഒരു കാലത്ത് കുറഞ്ഞ ഒരു കോഴ്സാണ്, അത് ഡിപ്ലോമയാണ്, കുറഞ്ഞ പീരീഡിലുള്ള ഒരു കോഴ്സാണ്, ഡിപ്ലോമയാണ്. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പോൾ കൂടുതലും മറ്റ് സബ്ജക്റ്റുകാരാണ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിച്ച സബ്ജക്റ്റാണ്, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച സബ്ജക്റ്റാണ് ഇതിൻ്റെ ഡിപ്ലോമയ്ക്ക് വരുന്നത്. അത് വളരെ മനോഹരമായൊരു കോഴ്സാണ്, ജിയോ ഇൻഫർമാറ്റിക്സ് വിത്ത് സ്പേഷ്യൽ പ്ലാനിംഗ്. സ്പേഷ്യൽ പ്ലാനിങ്ങിനും അതിന് ഡിമാൻഡുണ്ട്, ജിയോ ഇൻഫർമാറ്റിക്സിൻ്റെ ഡിമാൻഡ്. അപ്പോൾ ജോഗ്രഫിക്കാർക്കും കൃത്യമായി അവിടെ പോയി പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ്. അതുപോലെ കാലടി യൂണിവേഴ്സിറ്റി സംസ്കൃത സർവകലാശാലയുടെ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ MSc ജോഗ്രഫി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2 വർഷത്തെ കോഴ്സുണ്ട്. അതും വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ്. വയനാടിൽ റൂസ ഫണ്ട്, കേന്ദ്ര ഗവൺമെൻറ് റൂസ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശിലേരി എന്ന് പറയും, മാനന്തവാടിക്ക് തൃശ്ശിലേരിയിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ, ഇപ്പോൾ കോളേജിലാണ് തുടങ്ങിയിരിക്കുന്നത്, അത് വേറൊരു സംവിധാന ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയി മാറും. അവിടെയും ജിയോ ഇൻഫർമാറ്റിക്സിൻ്റെ കോഴ്സുകൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ജിയോ പിന്നെ IIITMK തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കുമായി ബന്ധപ്പെടുത്തി അതിപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയുടെ ഭാഗമാണ്. അപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയുടെ ഭാഗമായിട്ടുള്ള IIITMK ഇൻഫർമേഷൻ ടെക്നോളജിയുടെ IIITMK ജിയോ ഇൻഫർമാറ്റിക്സിൻ്റെ കോഴ്സുകളുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ പുതിയ പുതിയ കോഴ്സുകൾ ജോഗ്രഫിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വരേണ്ട മെഡിക്കൽ ജോഗ്രഫി വരേണ്ടതുണ്ട്, ക്ലൈമാറ്റിക് ജോഗ്രഫി വരേണ്ടതുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങളായിട്ട് പുതിയ പുതിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡിപ്ലോമ കോഴ്സ് തുടങ്ങേണ്ടതുണ്ട്, ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെ ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത്. എന്തായാലും ഭൂമിശാസ്ത്ര വിദ്യാർത്ഥികൾ ഇതിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഭൂമിശാസ്ത്ര അധ്യാപകരും വളരെ ഗൗരവമായി ഇത്തരം കോഴ്സുകളെക്കുറിച്ച് ചിന്തിക്കണം. എന്തായാലും ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലുള്ള പയ്യന്നൂർ ക്യാമ്പസിലുള്ള ഇത് നടക്കട്ടെ. അത് വളരെ വലിയ രീതിയിൽ കുട്ടികൾക്ക് വലിയ ഓപ്പണിങ്സ് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് വിദേശത്തും മറ്റ് എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കോഴ്സ് നടത്താൻ, ജോലി ഓപ്പർച്യൂണിറ്റിയുള്ള കോഴ്സുകളാണ്. അപ്പോൾ ജിയോ ഇൻഫർമാറ്റിക്സിൻ്റെ പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കാൻ കുട്ടികൾ ചെല്ലണം, ജിയോഗ്രഫി സ്റ്റുഡൻസ് ചെല്ലണം. ഞാനൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം, സാംസ്കാരികം, ചരിത്രം എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നു, വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു, ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തുന്നു, അങ്ങനെ എല്ലാ കാര്യവും എടുക്കുന്ന കൂട്ടത്തിൽ അക്കാഡമിക് കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സുഭാഷിതം ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നിങ്ങൾ ഇതിനകത്തേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ജിയോ ഇൻഫർമാറ്റിക്സിൻ്റെയും സ്പെഷ്യൽ പ്ലാനിങ്ങിൻ്റെയും പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പുതിയ പുതിയ കോഴ്സുകൾ വരുന്ന മുറയ്ക്ക് നമുക്ക് പരിചയപ്പെടാം. തീർച്ചയായിട്ടും ഇത്തരം കോഴ്സുകളിലേക്ക് കണ്ണൂരിലെ ക്യാമ്പസിലാവട്ടെ, അതുപോലെ തന്നെ കാലടിയിലാകട്ടെ, അല്ലെങ്കിൽ വയനാട് തുടങ്ങുന്ന ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തുടങ്ങുന്ന കോഴ്സാകട്ടെ, ഇതിനൊക്കെ നിങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ കൂടി ചേരണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.